ഉണ്ണിയമ്മേ ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ ഉടുമ്പിയെ ഞാൻ പിടിച്ചു. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ശിവാജിയെ പാത്രക്ക്, രജനിയെ പാത്രക്ക്, കമല പാത്രക്ക്, ഒരു നടികനെ പാത്രതയിലടാ. നമസ്കാരം, വണക്കം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രേണുസുതി, രേഷ്മ പി തങ്കച്ചൻ ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ദിവസവും കൊണ്ടുവരുന്നത് കൊണ്ട് എന്തെങ്കിലും അരോചകമുണ്ടോ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താട്ടോ. ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രേണുസുതി ദിവസം ചെല്ലുന്തോറും ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി ഇൻസ്റ്റാഗ്രാമിൽ. വേറെ ഒന്നുമല്ല, രേണുസുതി വന്നിട്ട് വോട്ട് ചോദിക്കുന്നു. രേണുസുതി നോമിനേറ്റഡ് ആയല്ലോ അടുത്ത ആഴ്ചത്തേക്കുള്ള എലിമിനേഷൻ റൗണ്ടിലേക്ക്. അപ്പോൾ രേണുസുതി വന്നിട്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. ബിഗ് ബോസിലിരിക്കുന്ന രേണുസുതി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് വോട്ട് തന്നെന്നുള്ളത്. അതായത് രേണുസുതി ഈ കാണുന്ന വീഡിയോസുകളൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടാണ് ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത്. ഇത്രയും നാള് ഈ പറയുന്ന സീസൺ 6 വരെ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥികൾ പയറ്റാത്ത അടവുകളാണ് രേണുസുതി ഈ പറയുന്ന സീസൺ 7 കാഴ്ചവെക്കുന്നത്. എന്നാൽ ഈ പറയുന്ന രേണുസുതി ഈ ഹൗസിൽ വെച്ചിട്ട് എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇല്ല. അന്ന് ആ ഒരു തലവേദനയുടെ ഇഷ്യൂ വന്നപ്പോൾ ഒന്ന് വാ തുറന്നു. അതേപോലെ തന്നെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വാ തുറന്നു. അല്ലാതെ രേണുസുതി എന്ത് കണ്ടന്റാണ് ഈ പറയുന്ന BB ഹൗസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പോൾ രേണുസുതിക്ക് എന്തിന് വോട്ട് കൊടുക്കണം? സേഫ് ഗെയിം കളിക്കുന്ന ഈ പറയുന്ന രേണുസുതിക്ക് എന്തിന് വോട്ട് കൊടുക്കണം? രേണുസുതിക്ക് മുന്നേ തന്നെ അറിയാം അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഈ അടവുകളൊന്നും പറ്റത്തില്ല, സേഫ് ഗെയിമേ പറ്റത്തുള്ളൂ എന്നുള്ളത് രേണുസുതിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം വീഡിയോസുകൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് രേണുസുതി പോയിട്ടുള്ളത്. കാരണം രേണുസുതി വന്ന് വോട്ട് ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളൊക്കെ കൊടുത്തു പോകും. മനസ്സിലായില്ലേ? സിമ്പതി വർക്കൗട്ട് ആവും. രേണുസുതിക്ക് അത് വോട്ടായി മാറും. അത് രേണു ബിഗ് ബോസിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മുടെ രേണുസുതി ഒരു കാര്യം പറയണ്ടായി. ഞാൻ വിധവകളെ പ്രതിനിധീകരിച്ച്, സിംഗിൾ മദറെ പ്രതിനിധീകരിച്ചാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുള്ളതെന്നാണ് നമ്മുടെ രേണുസുതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞങ്ങളാരും കേട്ടിട്ടില്ല. ലാലേട്ടൻ്റെ വായിൽ നിന്ന് ഞങ്ങളത് കേട്ടിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന രേണുസുതി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ആവുന്നത്. അല്ലാതെ വിധവകളെയോ അല്ലാതെ സിംഗിൾ മദറെയോ ഒന്നും പ്രതിനിധീകരിച്ചിട്ടല്ല രേണുസുതി ഈ പറയുന്ന ഹൗസിലേക്ക് എൻ്റർ ആയിട്ടുള്ളത്. രേണുസുതിയെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ശാരിക വരെ എതിർത്തു ആ ഒരു വാക്ക് കേട്ടപ്പോൾ. അതായത് ശാരികയ്ക്ക് അറിയാം സിമ്പതിയുടെ പുറത്ത് ഇത് വോട്ടായി കൺവേർട്ട് ആവുമെന്നുള്ള കാര്യം ശാരികയ്ക്ക് അറിയാം. അതുകൊണ്ട് ശാരിക അത് എതിർത്തു. ഇനി അത് പറയാൻ പാടില്ല. ഈ ഒരു ടോക്ക് നടക്കുന്നത് നമ്മുടെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷമുള്ള സമയങ്ങളിലാണ് ഈ ഒരു ടോക്ക് നടക്കുന്നത്. അപ്പോൾ രേണുസുതി ഇതൊക്കെ വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു സേഫ് ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ രേണുസുതിക്ക് ഇതിനൊക്കെ വോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വോട്ട് ചോദിച്ചു കൊണ്ടിട്ടിരിക്കുന്ന വീഡിയോ, അത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുന്നതല്ലേ? കാരണം ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാ വീഡിയോസുകളും എടുത്ത് വെച്ചിട്ടാണ് രേണുസുതി ഈ പറയുന്ന ഹൗസിലേക്ക് പോയിട്ടുള്ളത്. അതാത് സമയത്ത് വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുക, ജനങ്ങളെ പറ്റിക്കുക. അത് തന്നെയല്ലേ അവിടെ നടക്കുന്നത്? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇത്രയും നാളും ഒരു മത്സരാർത്ഥികളും ചെയ്യാത്ത അടവുകൾ രേണുസുതി ചെയ്യുന്നു. എങ്ങനെ? രേണുസുതിക്ക് ഇത്ര ബുദ്ധിയുണ്ടോ? ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വിന്നറാവാൻ പറ്റുമെന്ന് രേണുസുതിക്ക് അറിയാമായിരുന്നോ? ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. ഇത്രയും നാള് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ രേണുസുതിക്ക് കട്ടൻ നെഗറ്റീവായിരുന്നു കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ബിഗ് ബോസിലേക്ക് എൻട്രി ആയി നിമിഷങ്ങൾക്കകം ഈ പറയുന്ന കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒരു ഭൂരിഭാഗവും പോസിറ്റീവിലേക്ക് മാറി തുടങ്ങി. അതും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന്, പല പേജുകളിൽ നിന്ന്. അതായത് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. ഇത്രയും ചെറ്റത്തരങ്ങളൊക്കെ നടത്തിയിട്ട് ബിഗ് ബോസ് പ്രതികരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിനകത്ത് റിയലായിട്ട് കളിച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കി കളിച്ച് വരുന്നവരെ ഒരുമാതിരി പോഴന്മാരാക്കുന്ന പരിപാടിയായിപ്പോൾ. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു PR വർക്ക് എങ്ങനെ നടക്കുന്നത്? രേണുസുതിയുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടോ? ഇതിൻ്റെ റൂട്ട് വളരെ ക്ലിയർ ആണ്. വേറെ ഒന്നുമല്ല, രേണുസുതി കപ്പടിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാനം തുക ഈ പറയുന്ന PR ടീമിന് നൽകേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത്ര ശതമാനം തുക PR ടീമിന് നൽകേണ്ടി വരും.
വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും രേണുസുതിയെ പുഷ് ചെയ്ത് മുന്നോട്ട് എത്തിക്കാൻ വേണ്ടി ഇവർ മാക്സിമം ട്രൈ ചെയ്യും. അല്ലാതെ രേണുസുതിക്ക് എങ്ങനെയാണ് ഇത്രയും ചിന്തിച്ച് കൂട്ടാനുള്ളൊരു കഴിവ് കിട്ടിയത് മനസ്സിലാവുന്നില്ല. ഇനി രേണുസുതി ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിനാണ് റെഗുലറായിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനൊക്കെ ഇൻ്റർവ്യൂസ് കൊടുത്തത്? കാര്യം സിമ്പിളാണ്. സ്ഥിര വരുമാനം, ദിവസ വരുമാനം കാണിക്കണം. ഈ രേണുസുതി പറയണ്ടായി, എനിക്ക് ആൽബം ഷൂട്ട് തിരക്കാണ്, ഷോർട്ട് ഫിലിം ഷൂട്ട് തിരക്കാണ്. ഈ ഷോർട്ട് ഫിലിംസും ആൽബം ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെയാണ് രേണുസുതി കൂടുതലായിട്ടും ഈ ഇൻ്റർവ്യൂസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പെർ ഡേ വരുമാനം 5000 രൂപ വെച്ച് കാണിക്കും. അപ്പോൾ ഈ 5000 രൂപ വെച്ച് ഒരു മാസത്തോളം രേണുസുതി കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസിൽ അഭിനയിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ സ്ഥിര വരുമാനമായിട്ട് 5000 രൂപയാണ് കേട്ടോ ഈ പറയുന്ന രേണുസുതി മിക്ക ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതെടുത്ത് പറയുന്നത്. അപ്പോൾ ഈ 5000 രൂപ ദിവസ വരുമാനമായിട്ട് കാണിക്കാൻ സാധിക്കും. ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ആ ഒരു തുക ദിവസ വരുമാനമായിട്ട് രേണുസുതിക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി എങ്ങാനും ഈ പറയുന്ന 100 ദിവസം അവിടെ തയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പോരാത്തതിന് വിന്നറിനുള്ള പ്രൈസ് വേറെ. അപ്പോൾ ബുദ്ധി ഒന്ന് ആലോചിക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി നമ്മുടെ രേണു ചേച്ചിക്കുണ്ടോ? പിന്നെ നെഗറ്റീവ് ഇമേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞ കാര്യങ്ങളാവില്ല ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങളാവില്ല മറ്റോടത്ത് പോയി പറയുന്നത്. അതൊക്കെ രേണുവിന് നല്ല രീതിയിൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ബിഗ് ബോസിൽ ഒരു ഫൂട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രേണുസുതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഇങ്ങനെ സേഫ് ഗെയിം കളിക്കുന്ന, നാട്ടുകാരെ പറ്റിക്കുന്ന രേണുസുതിക്ക് വോട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇതൊക്കെ ഒരു അഭിനയം മാത്രമാണ്. ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുമ്പിടി എന്ന് പറയുന്ന ഒരു വാക്കാണ് യോജിക്കുന്നത്. കാരണം അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. മനസ്സിലായില്ലേ? അപ്പോൾ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മുതൽ തന്നെ പ്ലേകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്താകുമെന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഇതേപോലുള്ള രസകരമായിട്ടുള്ള ടോപ്പിക്കുകൾ രേണുസുതി ഇട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രേണുസുതി ടോപ്പിക്കുകൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കൂടി ഒന്ന് പറയുക. അപ്പോൾ ഓക്കെ, ബൈ.